ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ വളരെ ആക്റ്റീവായ ഒരു വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഇന്നും തുടങ്ങാം. അപ്പൊ മോർണിംഗ് വൈബ്സിൽ ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിലാണ്. ഇവിടെ നിന്ന് കുറച്ചധികം അതിഥികൾ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു ബാൻഡാണ് ചേരുന്നത്, മറ്റാരുമല്ല നമ്മുടെ വിമൻസ് കോളേജിലെ ഒരു കൂട്ടം കുട്ടികളാണ്. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ബാൻഡ് ടീമാണ്. കോളേജിനകത്ത് ഉള്ള പെർഫോമൻസ് മാത്രമല്ല, പുറത്തും അവര് ഇത്തരത്തിൽ പെർഫോമൻസിനായിട്ടൊക്കെ പോകുന്ന ഒരു ടീമാണ്. അപ്പൊ അവരുടെ കുറച്ച് പാട്ടും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇന്നങ്ങ് കൂടാം അല്ലേ. അപ്പം നമ്മുടെ ആ മോർണിംഗ് വൈബ്സിലേക്കും അവരുടെ പാട്ടിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് നോക്കാം. അപ്പം അശ്വതി എന്നോടൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അശ്വതി, എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്താ ചിത്രം? നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാട് അറിയിക്കും. സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനായി കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഇന്നലെ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ നൽകുന്ന സംഖ്യ അടുത്ത കൊല്ലത്തെ തുകയിൽ നിന്ന് കുറയ്ക്കാമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു. ഇതോടെ ഏപ്രിൽ 1-ന് 5000 കോടി രൂപ നൽകാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. കെപിസിസി ഭാരവാഹികളുടെയും ഡിസിസി അധ്യക്ഷന്മാരുടെയും അടിയന്തര യോഗം ഇന്ന് ഇന്ദിരാഭവനിൽ ചേരും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. കെപിസിസി അധ്യക്ഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ പകരം ചുമതല എം ഹസന് യോഗത്തിൽ വെച്ച് കൈമാറും. പത്മജ വേണുഗോപാൽ പാർട്ടി വിടാനിടയായ സാഹചര്യവും യോഗത്തിൽ ചർച്ചയായേക്കും. 12 മണിക്ക് കെപിസിസി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. സിഎഎ നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധം ഇന്നും തുടരും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മാർച്ച്. പൌരത്വ നിയമം നടപ്പാക്കുന്നതിനെതിരെ എറണാകുളത്ത് മാത്തുക്കുഴൽ നടന്റെ ഉപവാസ സത്യാഗ്രഹം തുടരുന്നു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നെഹ്റു പാർക്കിന് സമീപമാണ് 24 മണിക്കൂർ സത്യാഗ്രഹം തുടങ്ങിയത്. ഡീൻ കുര്യാക്കോസ് എംപി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിലെ മുൻ കോൺഗ്രസ് എംഎൽഎ പത്മാകർ വാൽവി ഇന്ന് ബിജെപിയിൽ ചേരും. ഇന്നലെ മഹാരാഷ്ട്ര ബിജെപി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര നാൻദുർബാറിൽ ഇന്നലെ പ്രവേശിച്ചതിന് പിന്നാലെയാണ് വാൽവിയുടെ പാർട്ടി മാറ്റമെന്നതും ശ്രദ്ധേയമാണ്. ബിജെപിയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും. കർണാടക, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര അടക്കം 8 സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. ആദ്യഘട്ടത്തിൽ 195 മണ്ഡലങ്ങളിലെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കണ്ണൂർ ചെറുപുഴയിൽ സിപിഎം കോൺഗ്രസ് സംഘർഷം. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. മേലെ ബാസാറിൽ കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രചാരണ ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഇതിനോട് ചേർന്ന UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബോർഡ് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥാപിച്ചു. തുടർന്നാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. വയനാടിനെ വിറപ്പിച്ച കടുവ കൂട്ടിലായി. മീനങ്ങാടി, മൈലമ്പാടി, അപ്പാട് പ്രദേശങ്ങളിൽ ഭീതി പരത്തിയ കടുവ പാമ്പുംകൊല്ലി കാവുങ്ങൽ കൂട്ടിലാണ് കുടുങ്ങിയത്. ഇന്നലെ രാത്രി 9:15-ന് കടുവ കൂട്ടിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 3 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ക്ലബിനെ നേരിടും.
കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മികച്ച വിജയം വീണ്ടും നേടാൻ കഴിയുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞു. അപ്പോ താങ്ക് യു അശ്വതി. എന്തായാലും അതിവേഗം നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കി. പക്ഷേ ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ കടമെടുപ്പിൽ കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുകയാണ്. MG മിഥുനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സംസ്ഥാനത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ, ഈ സാമ്പത്തിക പ്രതിസന്ധി ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മറികടക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ഈ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്നുള്ള ആവശ്യം, അതിൽ അനുഭാവപൂർണമായ ഒരു നിലപാടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ ഇന്ന് കേന്ദ്രം നിലപാട് അറിയിക്കുകയാണ്. വളരെ നിർണായകമായിരിക്കും ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എങ്ങനെ സുപ്രീംകോടതിയിൽ അവതരിപ്പിക്കും എന്നുള്ളത്. എങ്ങനെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോടതി ഇടപെടൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നു തന്നെയായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ കൂടുതൽ ഈ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്നു തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി നടത്തിയ പരാമർശങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ പരാമർശങ്ങളൊക്കെ തന്നെ LDF സർക്കാരിന് വലിയ കൂടുതൽ മേൽക്കൈ നൽകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. കടമെടുപ്പ് പരിധിയിൽ നിയമ പോരാട്ടം തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഒറ്റത്തവണ പാക്കേജ് നടപ്പാക്കിക്കൂടെ എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അടുത്ത വർഷം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇളവുകൾ അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്താവുന്നതാവില്ലേ എന്ന കാര്യവും സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഏപ്രിൽ 1-ന് 5000 കോടി രൂപ നൽകാമെന്നൊരു നിലപാട് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ കോടതി അറിയിക്കണമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് കേരളത്തിന് എത്രത്തോളം അനുകൂലമാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 26,000 കോടി രൂപ അടിയന്തരമായി വേണം. ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുന്നു. ശമ്പളം നൽകാനുള്ള സാഹചര്യമില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തികമായി വേണ്ടിവരും. അതിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. കൂടാതെ തന്നെ നമുക്കറിയാം, ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കത്തിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ അടിയന്തരമായി, അതായത് 13,000 കോടി രൂപ നൽകാമെന്നുള്ളൊരു നിർദ്ദേശം ഈ ഒരു യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുന്നിലേക്ക് വെച്ചു. പക്ഷേ ഹർജി പിൻവലിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിൽ ആ സമവായ ചർച്ചയിൽ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയും ചെയ്തില്ലായിരുന്നു. പിന്നീട് ഈ ഒരു കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ മേലിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് 13,600 കോടി രൂപ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ആശ്വാസം പകരുന്ന ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ നമുക്കറിയാം, AG മുഖേന കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്, അതായത് ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബംഗാളിന് ശേഷം ഇത്തരത്തിൽ ധനകാര്യ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം AG സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ പക്ഷേ അത് കേന്ദ്രം സർക്കാരിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി തള്ളിക്കളെന്നാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. എന്തായാലും അടിയന്തരമായി തന്നെ തുക നൽകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും 5000 കോടി രൂപ അടുത്ത മാസം, അതായത് ഏപ്രിൽ 1-ന് നൽകാമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി സംസ്ഥാനത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിർണായക തീരുമാനം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ നിർണായക തീരുമാനം, അതായത് സംസ്ഥാനത്തിന് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും MG മിഥുനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. അപ്പോ ഇനി നമ്മൾ പോകുന്നത്, ഇന്ന്
വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അതായത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ന്യൂസ് 18-ൽ മെഗാ ഒപ്പീനിയൻ പോളാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് പുറത്തുവിടുകയാണ്. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ തത്സമയം ന്യൂസ് 18 കേരളത്തിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. സമഗ്രമായ ഒരു അനാലിസിസ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് 6 മണി മുതൽ 10 മണി വരെ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ചാനലിലൂടെ പുറത്തുവിടുകയാണ്. 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോൾ ഫലമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുമുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. 21 സംസ്ഥാനങ്ങളിലെയും 1 ലക്ഷത്തിലേറെ ആളുകളിൽ നിന്ന് എല്ലാ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ പരിശോധിച്ചു. വീണ്ടും നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വിപുലമായി അഭിപ്രായം തേടാൻ മറ്റാർക്കുമാവില്ല. ഇത്രയും ആധികാരികമായി പറയാനാകില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ മാർച്ച് 13-നും 14-നും വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18-ൽ മാത്രം. നമുക്ക് നല്ല കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത കൂടി കേൾക്കാം കേട്ടോ. അതിലേക്ക് പോയതിനു ശേഷം നമുക്ക് അതിഥികളിലേക്ക് വരാം. മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത മെട്രോ വരുന്നു. ബംഗളൂരുവിലാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ വരുന്നത്. ആ വിശേഷങ്ങൾ കാണാം. ഇന്ത്യയിൽ ഇന്ന് നഗരഗതാഗത സംവിധാനത്തിൽ ജനങ്ങൾക്ക് സുപരിചിതമാണ് മെട്രോ ട്രെയിൻ. രാജ്യത്തെ തിരക്കേറിയ മിക്ക നഗരങ്ങളിലും ജനങ്ങളെ വേഗം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് മെട്രോയാണ്. ആ മെട്രോയിൽ ബംഗളൂരു വലിയൊരു കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിൻ അധികം വൈകാതെ ബംഗളൂരുവിൽ ഓടിത്തുടങ്ങും. ഇതിനായുള്ള ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമാണിത്. ഈ മാസം 7-നാണ് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡ്രൈവർലെസ് മെട്രോയുടെ സ്ലോ ട്രയൽ റൺ തുടങ്ങിയത്. യെല്ലോ ലൈനിൽ ബൊമ്മസാന്ദ്രയ്ക്കും RV റോഡിനും ഇടയിലാണ് ട്രയൽ. പുതുതായി നിർമ്മിച്ച യെല്ലോ ലൈനിനായി കഴിഞ്ഞ മാസമാണ് സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയിലോടുന്ന 6 ട്രെയിൻ കോച്ചുകൾ ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷന് ലഭിച്ചത്. തുടർന്ന് വിവിധ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായി. ട്രയലിറക്കാൻ സജ്ജമായെന്ന് കണ്ടതിനെ തുടർന്നാണ് സ്ലോ ട്രയൽ റൺ തുടങ്ങിയത്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ എന്നാണ് ഈ ട്രെയിൻ ഓടുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൽ ടിഡാഡക് റെയിൽ സിസ്റ്റം ചൈനീസ് കമ്പനിയായ CRRC നാൻജിങ് കമ്പനി ലിമിറ്റഡുമായി ചേർന്നാണ് ഈ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കോച്ചുകൾ വികസിപ്പിച്ചതും നിർമ്മിച്ചതും. 216 കോച്ചുകൾ നിർമ്മിക്കാനാണ് 1578 കോടിയുടെ കരാർ. ഇതിൽ 6 കോച്ചുകളാണ് ബംഗളൂരുവിലെത്തിയത്. 18.8 കിലോമീറ്റർ ആയിരിക്കും ഡ്രൈവർലെസ് മെട്രോ സഞ്ചരിക്കുക. ബൊമ്മസാന്ദ്രയ്ക്കും RV റോഡിനും ഇടയിൽ 16 സ്റ്റേഷനുകളാണുള്ളത്. ജയദേവ ഹോസ്പിറ്റൽ സ്റ്റേഷനിൽ വെച്ച് പിങ്ക് ലൈനിനെയും RV റോഡ് സ്റ്റേഷനിൽ വെച്ച് ഗ്രീൻ ലൈനിനെയും കണക്ട് ചെയ്യുന്ന എലിവേറ്റഡ് ട്രാക്കിലൂടെയായിരിക്കും ഡ്രൈവർലെസ് മെട്രോ സഞ്ചരിക്കുക. ബംഗളൂരു ടെക് സിറ്റിയിലേക്കുള്ള യാത്രക്കാരായിരിക്കും ഡ്രൈവർലെസ് മെട്രോയിലേക്ക് എത്തുക. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, വിപ്രോ, ഇൻഫോസിസ് എന്നിവിടങ്ങളിലേക്കുള്ള ജീവനക്കാരുടെ സൗകര്യപ്രദമായ യാത്രയ്ക്ക് വഴിവെക്കുന്നതായിരിക്കും ഇത്. ഹൊസൂർ റോഡിലെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കാനും പുതിയ പാത കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രയൽ റൺ തുടങ്ങിയെങ്കിലും ആദ്യത്തെ 6 മാസം ലോക്കോ പൈലറ്റുമാരെ നിയോഗിക്കും. സെൽഫ് ഡ്രൈവിംഗ് മോഡ് പൂർണ്ണ സജ്ജമാകുന്നതുവരെ ഇത് തുടരും. മുഴുവൻ കോച്ചുകളും ലഭിച്ചു കഴിഞ്ഞാൽ 7 ട്രെയിനുകളായി 15 സർവീസ് നടത്താനാണ് ആലോചന. ഈ വർഷം ഡിസംബറോടെ ഡ്രൈവർലെസ് മെട്രോകൾ യാത്ര തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ട്രെയിൻ യാർഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതും ഡോറുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതുമെല്ലാം മനുഷ്യ സഹായമില്ലാതെയായിരിക്കും. ട്രെയിനിനുള്ളിൽ മാത്രമല്ല, ട്രാക്കിലെ സാഹചര്യങ്ങളും മനുഷ്യ സഹായമില്ലാതെ നിരീക്ഷിക്കാൻ ട്രെയിനിന് കഴിയും. ട്രാക്കിൽ തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ട്രെയിൻ തനിയെ യാത്ര നിർത്തും. സെറ്റ് ചെയ്തു വെച്ച ഓപ്പറേഷൻസ് കൺട്രോൾ റൂമാണ് ഈ ട്രെയിനിൽ ലോക്കോ പൈലറ്റിന്റെ ജോലികൾ ചെയ്യുക.
അതായത് എന്നും രാവിലെ സമയമാകുമ്പോൾ തനിയെ ട്രെയിൻ സ്റ്റാർട്ടാകും. എഞ്ചിൻ പ്രവർത്തനം തുടങ്ങുന്നതിനൊപ്പം ലൈറ്റുകൾ ഓണാകും. യാത്രയ്ക്ക് സജ്ജമാണോ എന്ന ചെക്ക് ലിസ്റ്റുകൾ ഓരോന്നായി OCC പരിശോധിച്ചുറപ്പാക്കും. പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് മുമ്പായി ഓട്ടോമേറ്റഡ് വാഷിംഗ് പ്ലാന്റിലൂടെയും ട്രെയിൻ കടന്നുപോകും. പ്ലാറ്റ്ഫോമിലെത്തിയാൽ തനിയെ ഡോറുകൾ തുറക്കുകയും യാത്ര തുടങ്ങുന്നതിന് മുമ്പായി അടയ്ക്കുകയും ചെയ്യും. ഇടയ്ക്കിടെയുള്ള പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ OCC കണ്ടെത്തിയാൽ ട്രെയിൻ പിന്നെ മുന്നോട്ട് നീങ്ങില്ല. AI ക്യാമറ ഉപയോഗിച്ച് ഓരോ നിമിഷവും പകർത്തുന്ന ദൃശ്യങ്ങൾ ഓപ്പറേഷൻ കൺട്രോൾ റൂം റിയൽ ടൈമിൽ തന്നെ വിശകലനം ചെയ്താണ് എഞ്ചിനിലേക്ക് വേണ്ട കമാൻഡുകൾ നൽകുക. അടിയന്തര സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് ട്രെയിൻ നിർത്താനുള്ള എമർജൻസി ഇഗ്രസ് ഡിവൈസും കോച്ചുകളിലുണ്ടാകും. ഈ സംവിധാനത്തിലൂടെ ട്രെയിൻ നിർത്താൻ നിർദ്ദേശം ലഭിച്ചാൽ ഉടനടി അത് ഓപ്പറേഷൻ കൺട്രോൾ റൂം പ്രാവർത്തികമാക്കും. ബൊമ്മസാന്ദ്രയിൽ നിന്ന് ബൊമ്മനഹള്ളി വരെയാണ് ഇപ്പോൾ ട്രയൽ റൺ നടത്തുന്നത്. നിലവിൽ മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ മാത്രമാണ് ട്രയൽ റണ്ണിൽ ഈ മെട്രോ സഞ്ചരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വേഗത്തിൽ ഓടിച്ച് പരിശോധിച്ച് പൂർണ്ണതോതിൽ സർവീസ് ആരംഭിക്കുമ്പോൾ മണിക്കൂറിൽ 80 കിലോമീറ്റർ ആയിരിക്കും പരമാവധി വേഗം. 37 ടെസ്റ്റുകളാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കാനുള്ളത്. സിസ്റ്റം ഇന്റഗ്രേഷൻ, സിഗ്നലിംഗ് സിസ്റ്റം, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, പവർ സപ്ലൈ സിസ്റ്റം എന്നിവ വരുന്ന 45 ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തും. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇനി സമയം കളയാതെ നമ്മുടെ ടീമിലേക്ക് പോവാം. അവരെല്ലാം ദേ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഒരു എനർജി പോരല്ലോ രാവിലെ? എന്താ ലേറ്റ് ആയി വരാൻ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ചിലമ്പാട്ടോ അല്ലേ? മൈക്കിൽ പറയോ? എന്താ ഈ പേരിടാൻ കാരണം? പിന്നെ ജസ്റ്റ് നമ്മള് ആ പേര് മാറ്റാമെന്ന് തോന്നി. ജസ്റ്റ് ഇങ്ങനെ പേരുകൾ സജസ്റ്റ് ചെയ്ത് വന്നപ്പോ ചിലമ്പാട്ടം കൊള്ളാൻ തോന്നി. അത് ഗ്രൂപ്പിലിട്ടു. പിന്നെ ഞങ്ങൾ അതങ്ങ് ഫോളോ ചെയ്തു. അപ്പൊ ഇതാണല്ലേ ലീഡ് സിംഗർ? അതെ. അപ്പം നിങ്ങള് ഈ കോളേജിൽ വന്നതിന് ശേഷം ഗ്യാങ് ആയതാണോ? അതെ, കഴിഞ്ഞ കലോത്സവം തൊട്ട്. അപ്പം ഇപ്പൊ കലോത്സവം അല്ലാതെ കോളേജിൽ പുറത്തും ഷോസ് ഒക്കെ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഇവരെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ തോന്നുന്നു. പേര് പറഞ്ഞു. എന്റെ പേര് കാവ്യ കൃഷ്ണ. ഞാനിപ്പോ സെക്കൻഡ് ഇയർ BA മ്യൂസിക്. BA മ്യൂസിക്. എന്റെ പേര് അമൽ ജ്യോതി. ഞാനിപ്പോ സെക്കൻഡ് ഇയർ BSc ഫിസിക്സ് ആണ്. എന്റെ പേര് ഷാനി PS, MA മ്യൂസിക് സെക്കൻഡ് ഇയർ. എന്റെ പേര് വൈഷ്ണവി. ഞാൻ സെക്കൻഡ് ഇയർ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്റെ പേര് സുരഭി കൃഷ്ണ. ഞാനിപ്പോ സെക്കൻഡ് ഇയർ BA മ്യൂസിക് പഠിക്കുന്നു. എന്റെ പേര് ആർദ്ര M സുനേഷ്. ഞാൻ ഫൈനൽ ഇയർ BA എക്കണോമിക്സ് സ്റ്റുഡന്റ്. അപ്പൊ എല്ലാരും പല പല ക്ലാസ്സിലുള്ള ആളുകളാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എങ്ങനെ ടീമായി? അങ്ങനെ തെരഞ്ഞെടുക്കാറ്. സ്ക്രീനിങ്ങില് എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടീമായി. കഴിഞ്ഞ കലോത്സവത്തിന് വൈഷ്ണവ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഒരാൾ എക്സ്ട്രാ ഉണ്ട്. പക്ഷെ എത്താൻ കുറച്ച് ലേറ്റ് ആണല്ലേ? അപ്പൊ നിങ്ങള് 7 പേരാണ് ഒരു ടീം? 2 വർഷത്തെയായിട്ട് 8 പേര് പോണ്ട്. എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്ന? ഒരു എനർജി ഇല്ലല്ലോ. കഷ്ടപ്പെട്ടിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഈ നാടൻപാട്ടെന്ന് പറയുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലേ? ഭയങ്കര ആടിയും ബാടിയും ഒക്കെ. എന്നിട്ട് ആ ഒരു എനർജി കാണുന്നില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നോണ്ടാണോ? സ്റ്റേജിലായിരിക്കും നമുക്ക് ഒരു ഇത് ആടണം, കളിക്കണം, എല്ലാരും ഒരുമിച്ച് ആ ഒരു മൂഡായിരിക്കും. എല്ലാരും ഫ്രണ്ടിൽ വരുമ്പം നമ്മൾ അതനുസരിച്ച് ഇത് ചെയ്യുന്ന. ഇപ്പൊ രാവിലെ ആയോണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ആലസ്യമൊക്കെ മാറ്റാൻ ഒരു പാട്ടാവാ അല്ലേ? അപ്പം പഠിക്കാം. ചെമ്പക പൂമേനിയാണ് ചന്ദന തളി രാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്തെ കാരുണ്യ രാഗമാണ്. ചെമ്പക പൂമേനിയാണ് ചന്ദന തളി രാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്തെ കാരുണ്യ രാഗമാണ്. അന്നൊരു നാള് കാത്തുമോള്
അസ്തലായി. ഇതേ ശരിക്കും പറഞ്ഞാൽ നിന്നുകൊണ്ട് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണോ? മൈക്കിൽ പറയോ? നിന്നാണ് വായിക്കുന്നത്. കരൂന്നാണ് പേര്. കരൂന്നല്ലേ? അപ്പം ഇതും ഈ ഇൻസ്ട്രുമെന്റും ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അത് തുടി, അതിന്റെ പേര് തുടി. ഇതിന്റെ കൂടെ വേറൊരു ഇൻസ്ട്രുമെന്റ് കൂടെ ഉണ്ട്, പക്ഷെ ആൾക്ക് വയ്യാത്തോണ്ട് വന്നില്ല. മരം എന്നാണ് പറയുന്നത്. അതും ഇതുപോലെ ഇടുപ്പിൽ കെട്ടിയിട്ടാണ് അത് വായിക്കുന്നത്, നിന്നിട്ടാണ് വായിക്കുന്നത്. അത് കൈ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത്. അപ്പം കുറച്ചുകൂടി ഡാൻസ് പോലൊക്കെ കൂടി ചെയ്തിട്ടായിരിക്കും അല്ലേ പെർഫോമൻസ്? ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ ഞങ്ങൾ അല്ലാതെ വെളിയിൽ നിന്ന് ആളെ വിളിച്ചാ ചെയ്യാറ്. ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോ ഞങ്ങൾക്ക് നിങ്ങൾ പുറത്തെ പ്രോഗ്രാം 3 ചേട്ടന്മാരുണ്ട്. ഓ അത് ശരി. റിതം പാഡ്, അതുപോലെ തകില്, പിന്നെ ജംബ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ്. അപ്പൊ അവര് ആർട്ടിസ്റ്റ് ആണ്, അവര് നമ്മളെ കൂടെ ഒക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ BA മ്യൂസിക് ഒക്കെ ആവുമ്പം, അതായത് പാട്ടിന്റെ എല്ലാ മേഖലയിലേക്കും ഉണ്ടല്ലോ, പക്ഷെ ഈ നാടൻ പാട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഞാൻ എങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. എന്റെ ഫ്രണ്ടാണ് അവള്, സുരഭി. ഞങ്ങള് ഒരു കുറെ കാലമായിട്ട് 8 തൊട്ട് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ്. അവളെവിടെ പോവോ അവിടെ ഞാനും കാണും. അങ്ങനെ അവള് നല്ലതായിട്ട് പാടും. അപ്പൊ അവള് എടുത്തിട്ട് ഞാൻ മ്യൂസിക്, പിന്നെ ചെറിയ ആഗ്രഹം ഉണ്ടായി, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ഇതും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് പഠിക്കാൻ പോയത്. ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കാൻ പോയത്. അപ്പൊ ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാതെ BA മ്യൂസിക്കിന് വരാൻ പറ്റുമോ? ഇങ്ങനെയും വരാം, അങ്ങനെയും വരാമെന്ന് ഞാനത് തെളിയിച്ചതാണല്ലേ. ഇപ്പൊ ഞാൻ അതുകൊണ്ട് നല്ല പാട് വരുന്നുണ്ട്. ആണോ? ഓ അത് ശരി. നിങ്ങള് കലോത്സവത്തിന് പോയില്ലായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ പോയി, പക്ഷെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അല്ലേ? പെർഫോം ചെയ്തു. പിന്നെന്തായിരുന്നു പ്രശ്നം പറ്റിയത്? നമുക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾ കലോത്സവത്തിന് ഉണ്ടായിരുന്നു, നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഇത്തവണയോ? ഇത്തവണ നമുക്ക് അത് സെക്കൻഡും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെന്നാണ്. അപ്പം അതിന്റെ പേരിൽ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങള് ഈ അപ്പീലിന് ശ്രമിക്കുവോ? അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് കാര്യങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങള് അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നിങ്ങള് ഇത്തവണ എന്തായാലും ആ കലോത്സവം ക്യാൻസൽ ചെയ്തല്ലോ, പകുതിക്ക് വെച്ച് നിന്നു പോയല്ലോ. അപ്പം ഈ അപ്പീലിന്റെ പ്രോസസ് ഒക്കെ ഇനി നടക്കുമോ? നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവരോട് അറിയിച്ചിട്ടുണ്ട്. അവര് അന്തിമ തീരുമാനം എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനുശേഷം എന്തെങ്കിലും തീരുമാനിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഇവര് പ്രഖ്യാപനങ്ങളും എല്ലാം നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വരുന്നത്, മനസ്സിലായില്ലേ? കാരണം ഗ്രൂപ്പ് ഡാൻസ് ഇവന്റ് ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ തന്നെയാ. നമ്മളോട് 10-ാം തീയതി 6 മണിക്ക് നടക്കേണ്ട ഇവന്റാ അത്. 11 ഗ്രൂപ്പ് ഡാൻസ് 10-ാം തീയതി 6 മണിക്ക് നടക്കേണ്ട ഇവന്റാ അത്. അന്നേ ദിവസം തന്നെ കുട്ടികൾ ഒരുങ്ങി തുടങ്ങി അതിന്. അപ്പോൾ രാത്രി അവര് വീണ്ടും പ്രഖ്യാപിച്ചു 11-ന് 9 മണിക്ക് 9 AM സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ 9 AM സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മേക്കപ്പ് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രൂപ്പ് ഡാൻസ് ഏറ്റവും കലോത്സവത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിന് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 9 മണിക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് 9-ആയി 10-ആയി 11-ആയി 12-ആയി 1, 2, 3-ആയി സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പൊ അത്രയും സമയം ഈ കുട്ടികൾ ഈ ഡ്രസ്സും ഈ മേക്കപ്പും, ഞാൻ എന്നെ ബേസ് ചെയ്ത് പറയുവല്ല, ഈ 13 ടീമിനെയും ബേസ് ചെയ്ത് ഞാൻ പറയുക. ഭക്ഷണം പോലും അറ്റ്ലീസ്റ്റ് പെൺകുട്ടികളാ. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഡ്രസ്സൊക്കെ ഊരിയാൽ അത് അത്രമേൽ പാടായി തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും പ്രഖ്യാപിക്കുക കലോത്സവം നിർത്തി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ പോയ സമയം, നമ്മുടെ ക്യാഷ് ഇവർ തിരിച്ചു തരുമോ? ഈ പ്രഖ്യാപിച്ചവർ തരുമോ? അതാ എന്റെ ചോദ്യം.
അതെ, ഞങ്ങളെ ഈ നഷ്ടപ്പെട്ട സമയം ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാതെയായി ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഫസ്റ്റിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്കൊന്ന് പെർഫോം ചെയ്യാനുള്ള അവസരം പോലും കിട്ടിയില്ല എന്നുള്ളതാ. സത്യത്തിൽ എവിടെയാണ് പ്രശ്നം പറ്റിയതെന്നാണ് മോക്ക് തോന്നുന്നത്? പ്രശ്നം പറ്റിയത് ഈ കലോത്സവം തുടങ്ങിയ സമയം മുതലേ പ്രശ്നങ്ങളാ. അർഹതപ്പെട്ടവർക്കല്ല പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പൈസ ഉള്ളവന് കലയ്ക്കല്ല ഇവിടെ പ്രാധാന്യം, പൈസയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. പൈസ ഉള്ളവന് പ്രൈസ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ കലോത്സവത്തിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. തീർച്ചയായും. അപ്പം എന്തായാലും വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പം ഇമോള് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര മണിക്കൂറാണ് ഇവർ കാശ് ചെലവാക്കി ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത്, മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഒരുങ്ങി റെഡിയായിരുന്നതിന് ശേഷം ആ പ്രോഗ്രാം ഇല്ല എന്ന് പറയുമ്പോഴും ഇവര് പെർഫോം ചെയ്തിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാതിരിക്കുമ്പോഴും ഒക്കെ വലിയ പ്രതിഷേധമാണ്. എന്തായാലും നമുക്ക് അത് കഴിഞ്ഞു, ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് ആക്റ്റീവായിട്ടൊന്ന് പോസിറ്റീവായിട്ടിരിക്കാം അല്ലെ? ആ വിഷമങ്ങളൊക്കെ മറക്കാൻ നമുക്കൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ടാ പാടുന്നേ? നമ്മള് കഴിഞ്ഞ വർഷം നമുക്ക് നാടൻ പാട്ടിന് ഫസ്റ്റ് കിട്ടിയ കലോത്സവത്തിന്. അപ്പൊ അത് തന്നെ അങ്ങ് പാടാം. ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ ഗണപതിയെ, ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ തരത്തൊതിയെ, പാലുവത്തി മാലയിലാണല്ലോ പാക്കനാരുടെ ജന്മഭൂമി, പാലുവത്തി മാലയിലാണല്ലോ പാക്കനാരുടെ ജന്മഭൂമി, ആ പാക്കനാരും വിഷ്ണുവുമായിട്ടൊത്തുകാലം കഴിഞ്ഞതാണ്. ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ ഗണപതിയെ, ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ തരത്തൊതിയെ. പിന്നൊരു കാലം പാക്കനാരെ വിഷ്ണുവിന്റെ അരികിലെത്തി, ആ പാക്കനാരെന്നൊരു നാമധേയം വിഷ്ണുവിനും മാറിക വയ്യ. ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ ഗണപതിയെ, ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ തരത്തൊതിയെ. ഇന്നൊരു കാലം പാക്കനാരെ വിഷ്ണുവിന്റെ അരികിലെത്തി, ആ പാക്കനാരെന്നൊരു നാമധേയം വിഷ്ണുവിനും മാറിക വയ്യ. ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ ഗണപതിയെ, ഹരിയരിയോ തിരി തിരിയോ വാഴ്ക എന്റെ തരത്തൊതിയെ. പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പൊ 6 പേരേ ഉള്ളൂ. ഒരാളെന്തി? ഒരാള് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ വന്നതേ ഉള്ളൂ. വാ. അതെ, നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? വാ. പേരെങ്ങനെയാ? ഗായത്രി. എന്താ ലേറ്റ് ആയേ? പൊതുവെ ഇങ്ങനെ ലേറ്റ് ആയിട്ടാണോ എല്ലായിടത്തും വരുന്നത്? ഇവിടെ ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണോ? പത്തനംതിട്ടയാണോ? പത്തനംതിട്ട എവിടെ? ആഹാ, ഞാനും പത്തനംതിട്ടയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ളവരാണോ? അല്ല, ഇടുക്കിയിലാണോ? ഇടുക്കി എവിടെയാ? ആഹാ. അപ്പൊ നിങ്ങള് ഇവിടെ ഹോസ്റ്റലില് നിക്കാണ്? കോളേജ് ഹോസ്റ്റലില്? കോളേജ് ഹോസ്റ്റലല്ല, ഗവൺമെന്റ് ഹോസ്റ്റൽ. ഗവൺമെന്റ് ഹോസ്റ്റലിൽ നിൽക്കാണ്. ഓ ശരി ശരി. അപ്പൊ വാ, അവിടെ മടിച്ചു നിൽക്കാതെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. എവിടെ ഇരിക്കുന്നേ? നിങ്ങള് പൊതുവെ ഈ പ്രോഗ്രാമില് ഇരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണോ ഇപ്പൊ ഇരിക്കുന്നേ? അല്ലല്ല. ഓ, സൈഡിലായി. ഓ, നിങ്ങൾ ഈ ടീം ഇനി ഒരാളും കൂടി ഉണ്ടല്ലേ? മരം വായിക്കുന്നു. ഓ, ഒരു ഇൻസ്ട്രുമെന്റ് കൂടെ ഉണ്ടല്ലേ? ഓ, ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണല്ലേ? അപ്പം നിങ്ങൾ ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ നിങ്ങൾ ഈ ടീം ഫോം ചെയ്തതിന് ശേഷമല്ലേ ഈ പഠിച്ചു തുടങ്ങിയതൊക്കെ? അപ്പൊ നിങ്ങൾക്ക് ട്രെയിനറൊക്കെ ഉണ്ടായിരുന്നോ? ആ. അപ്പൊ കോളേജിൽ ഇതിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെയാ? അതായത് ഈ ഒരു കലോത്സവം സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ സെഷൻസ് ഒക്കെ ഉണ്ടാവും? കലോത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രം നിങ്ങൾ ട്രെയിൻ ചെയ്യും അല്ലേ? പക്ഷെ അല്ലാതെ നിങ്ങൾ ഈ പ്രൊഫഷണൽ പുറത്തു പോയി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ. ഓ ശരി ശരി. അപ്പം നിങ്ങൾ ഈ നാടൻ പാട്ടിന് തന്നെ പല വേർഷൻസ് ഉണ്ടല്ലോ, പലതരത്തിൽ. ഇപ്പം ഗോത്ര വിഭാഗത്തിന്റെ പാട്ടുകളുണ്ട്,
അല്ലാതെ അങ്ങനെ പല തരത്തിലുള്ള വേർഷനുകൾ ഉണ്ടല്ലോ. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ? പടയണിപ്പാട്ടുകളെ മെയിൻ ആയിട്ട് ഞങ്ങൾ 2 വർഷം കൊണ്ട് പടയണിപ്പാട്ടാ പാടണം. ഓ, അപ്പൊ നിങ്ങൾ ഈ പാക്കനാർ പാട്ട് പാക്കനാർ പാട്ടാ. ഓ, അപ്പം നിങ്ങൾ ഈ പുറത്തു പോകുമ്പം എല്ലാ വേർഷൻസും മിക്സപ്പ് ചെയ്ത് പാടാൻ ശ്രമിക്കാറുണ്ട്. പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് പാട്ടും പാട്ട് എല്ലാം മണിച്ചേട്ടനാണ് ഞാനത് ചോദിക്കാറില്ല. കാരണം ഈ നാടൻ പാട്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് മലയാളികൾക്ക് കലാഭവൻ മണിയാണല്ലോ. അപ്പൊ നമ്മൾ മറന്നു പോയാലും അവർ ഇങ്ങോട്ട് ഓർമ്മിക്കും. പാടിയിട്ട് പോയാ മതി. അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ടായാലോ എങ്കില് തുടങ്ങിക്കാം. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. അസലായി. അപ്പൊ നിങ്ങളെ ഈ കലോത്സവത്തിന് പോകുമ്പോഴും ഈ പുറത്ത്, അതായത് നിങ്ങൾ വളരെ ചെറിയ പ്രായമാണ്, അപ്പൊ പ്രൊഫഷണൽ സിംഗിങ്ങിലേക്കൊക്കെ കടന്നു. പുറത്ത് നിങ്ങൾ റെമ്യൂണറേഷൻ ഒക്കെ വാങ്ങിയിട്ടാണ് പെർഫോമൻസിന് പോകുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? പെട്ടെന്ന് നിങ്ങൾ ഈ സ്കൂൾ കോളേജ് മത്സര വേദികളിൽ നിന്ന് ഈ പബ്ലിക്കിനെ പൊതുവെ നിങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് പാടുകയാണ്. നമുക്ക് അതിനുള്ള ഇത് ആദ്യമായിട്ട് നമ്മൾ പരിപാടി ചെയ്യുന്ന കോളേജിലാണ്. ഞങ്ങളെ ടീച്ചർ രാജ ടീച്ചറാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഞങ്ങളിപ്പോ പോകുന്നെങ്കിലും ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ടാ പറഞ്ഞത്. ഏത് പ്രോഗ്രാമായാലും എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ പറയും ഇങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ അവർ പറയും പൊക്കോ, കുഴപ്പമില്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമ്മളെല്ലാ ടീച്ചേഴ്സ്, ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സും, HOD ആണെങ്കിൽ പോലും ധനലക്ഷ്മി ടീച്ചർ, രാജി ടീച്ചർ, എല്ലാവരും, സജന ടീച്ചർ, എല്ലാവരും നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ്. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരവിടെ വരും, അവിടെ വന്ന് കാണാറൊക്കെ ഉണ്ട്. നമുക്ക് അറ്റൻഡൻസ് പ്രശ്നമാണ്, കോളേജിൽ വന്നേ പറ്റൂ, ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ, അങ്ങനെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ലല്ലേ? അതായത് നിങ്ങളുടെ ആ ഒരു കലയെ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പഠിത്തത്തിനാണെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അവര് അത് വന്നേ പറ്റത്തുള്ളൂ. അറ്റൻഡൻസ് അവര് ഇത് ചെയ്യത്തില്ല. അറ്റൻഡൻസ് നമ്മൾ അവിടെ എത്തിയേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ബാക്കി ടൈമിൽ ഉച്ചയ്ക്കാണെങ്കിൽ ആ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ എല്ലാവരും പഠിത്തം മാറ്റിയിട്ട് ഒരു ഇതില്ല, പഠിത്തം മെയിനാണ്. അതിനിടയിൽ നമ്മൾ പാർട്ട് ടൈം പോലെ സമയം കണ്ടുപിടിച്ച് ഓരോ പ്രോഗ്രാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോയി ചെയ്യുന്നതാണ്. ടീച്ചേഴ്സൊക്കെ അതിന് നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് രാജ ടീച്ചർ നമുക്കെപ്പോഴും ഒരിതാണ്. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് വരും. ഒന്നുകൂടെ പറഞ്ഞു. നമ്മൾ ഈ മടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഫസ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പുറത്തു പോയി നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നത് അങ്ങനെയാണ്, നമ്മൾ ടീമായിട്ട്. അപ്പൊ ആ സമയത്ത് ടീച്ചറാണ് നമുക്ക് ഭയങ്കര സപ്പോർട്ട്. ടീച്ചർ പുറത്ത് നിന്ന് ടീച്ചറിന്റെ മുഖം കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്തത്. ടീച്ചറിന്റെ മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ട്, ടീച്ചറിന്റെ കണ്ണിൽ വരുന്ന ഒരു ബ്ലേസിംഗ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പൊ ആ ഒരു ടീച്ചർ തന്നെയാണ് നമ്മുടെ എല്ലാം. നിങ്ങൾ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ, അതായത് ഇപ്പം വേറെ ഒരുപാട് പ്രൊഫഷണൽ ബാൻഡുകൾ പുറത്തുണ്ടല്ലോ, അപ്പൊ ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡ് തന്നെയാണ്. അപ്പം നിങ്ങളുടേതായ ഒരു സെൽഫ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ പേജസോ യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ചിലമ്പാട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പൊ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ഈ പുറത്തേക്ക് വരുമ്പോ നിങ്ങൾ അത് ഞാൻ പറഞ്ഞ പോലെ കുറെ ബാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷനെ എങ്ങനെയാണ് എടുക്കുന്നത്? അതായത് ഒരുപാട് ടീമുകൾ, അപ്പൊ അവരെക്കാട്ടിലും നമ്മൾ വേറിട്ട് നിൽക്കണമല്ലോ. അപ്പൊ നമ്മളുടെ ഐറ്റംസ്, നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ഒക്കെ അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം, കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാവുന്നതായിരിക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ടീമായിട്ട് ആലോചിച്ച് എന്തെങ്കിലും ഓക്കെ നമുക്ക് ഈ മാറ്റം വരുത്താം, ഇങ്ങനൊരു ലൈൻ പിടിക്കാം, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ?
അത് നമ്മുടെ ട്രെയിൻ പക്ഷെ കാണുമ്പോ നമുക്ക് തോന്നണ്ടേ ഓ ഈ ടീമിനെക്കാട്ടില് വെറൈറ്റി ആണ് ഇവരെ എന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ കേൾക്കുന്നവർക്ക്? ഓ അത് ശരി. അങ്ങനെ പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടികളായോണ്ട് കുറച്ച് ഇതുണ്ട്. ബാക്കി എല്ലാ ടീമിലും ആൺകുട്ടികളൊക്കെ ആയിരിക്കില്ലേ കൂടുതൽ. അപ്പൊ ഞങ്ങൾ ഇത്രയും 7 പേരും 8 പേരും പെൺകുട്ടികൾ നിൽക്കുമ്പോ അത് കാണാൻ അവർക്കൊരു ഇതെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. നമുക്കും പറ്റും ഇങ്ങനെയൊക്കെ, മനസ്സിലായില്ലേ എന്ന് നിങ്ങൾ കാണിച്ചു കൊട്ടിപ്പാടുക. നമ്മളിപ്പം ഞാൻ തുടിയായാലും ചേച്ചി കരുവായാലും നമ്മൾ കൊട്ടി കൂടെ പാടുക കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വെറൈറ്റി ആയിട്ട് എല്ലാരും പറയാറുണ്ട്. നമ്മളിപ്പോ ഒരു കോമ്പറ്റീഷന് പോയാലും അവിടെ ഒരു പോസിറ്റീവ് പറയുന്നതെന്ന് വെച്ചാല് കൊട്ടുന്നവര് പാടുന്നുണ്ട്. ചില ഇതില് ഇവന്റ്സിലൊക്കെ കൊട്ടിക്കൊണ്ട് ആരും കുറച്ച് പാടാണത്. കൊട്ടി പാടുന്നതെന്ന് വെച്ചാൽ പാടായിരിക്കും. അപ്പൊ നമ്മൾ അതും കൂടെ ചെയ്യുന്ന പാടുമ്പോ കൊട്ടുന്ന ആള് പാടുന്ന ഒരു പോസിറ്റീവായിട്ട് ചില ഇവൻ കോമ്പറ്റീഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ ഈ നാടൻ പാട്ടിലായിരുന്നോ അതോ മറ്റ് ഈ കലാപ്രകടനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? മറ്റു ഇതാണ് ഞാൻ മെയിനായിട്ട് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടൻ പാട്ടായിരുന്നു. ഞാൻ ശാസ്ത്രീയ സംഗീത ലളിതകല അതിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം ആ കോമ്പറ്റീഷനൊക്കെ പോവാറുണ്ടോ? ഇപ്പൊ അത് നമ്മൾ ഉണ്ട്, പോവാറുണ്ട്. കോളേജിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓ അപ്പൊ നമുക്കൊരു ലളിതഗാനം ആയാലോ? ലീഡ് സിംഗർ അല്ലേ ഇവിടുത്തെ? അപ്പൊ ഒന്ന് നോക്കാം. നിറയുന്നു നിൻവിഴികൾ, ഞാനറിയുന്നു നിൻ കഥനം. മനസ്സിൻ ജാലക വാതിലിലെന്നും തെളിയുന്നു നിലാവിൻ്റെ തീരം. നിളേന്റെ കുളിരോലും തീരം. നിറയുന്നു നിൻമിഴികൾ, ഞാനറിയുന്നു നിൻ കഥനം. 1000 കൈകളാൽ തഴുകി വളർത്തിയ സഖിയുടെ കാർകൂന്തലിവിടെ. 1000 കൈകളാൽ തഴുകി വളർത്തിയ സഖിയുടെ കാർകൂന്തലിവിടെ. തരിവളക്കിലൂക്കം ഉള്ളിലുണർത്തിയ തരിവളക്കിലൂക്കം ഉള്ളിലുണർത്തിയ ഭൂജലരാഗവും പോയി മറഞ്ഞു. പറയൂ കാലപ്രവാഹമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം നമുക്ക് കൂടുതൽ ഇവരുടെ പാട്ട് വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു വരാം. BDJS സ്ഥാനാർത്ഥി വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ മോർണിംഗ് വൈബ്സിൽ ഇന്ന് ചിലമ്പാട്ടമാണ് നമ്മളോടൊപ്പം ഉള്ളത്. പാട്ടുവിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങള് ഇവിടുത്തെ ഒരു അതായത് ന്യൂ ജനറേഷൻ ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങളുടെ കുറെ സീനിയർ ആയിട്ടുള്ള പാട്ട് ബാൻഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട് കലാകാരൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മണിച്ചേട്ടൻ ഓൾ ടൈം ഫേവറേറ്റ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി സ്റ്റേജിൽ പാടുമ്പോഴും മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെയാണോ കൂടുതൽ ഇഷ്ടം, കംഫർട്ടബിൾ പാടാനായിട്ട്? എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന പാട്ട് കൂടുതലായിട്ടും പാടും. അപ്പം എത്ര പാട്ട് വരെയൊക്കെ നിങ്ങളുടെ ഒരു പെർഫോമൻസിൽ പോവും? അതിപ്പോ ടൈം ലിമിറ്റ് അനുസരിച്ചായിരിക്കും. ഒരു മണിക്കൂറിന്റെ പാട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയിനായിട്ട് പാടും,
അത് ഇൻട്രസ്റ്റ് പൊതുവെ ഒരു പ്രൊഫഷണൽ നിങ്ങൾ പുറത്തു പോവുകയാണ്, റെമ്യൂണറേഷൻ വാങ്ങി പോകുന്ന ഒരു ഷോ, അത് നിങ്ങൾ എത്ര ഓഡിയൻസിനെ ബേസ് ചെയ്തിരിക്കും പെർഫോം ചെയ്യുന്നത് അല്ലേ? എങ്ങനെയുള്ള ഓഡിയൻസ് ആയിരിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പാട്ടുകൾ എടുത്ത് മിനിമം ഒരു എന്താ പറയുന്നത് ഒരു പെർഫോമൻസ് ടൈം കാണത്തില്ലേ? ഒരു 1 hour 1.5 hour അതിന് നേരൊക്കെ 15 പാട്ടൊക്കെ നമ്മള് സെറ്റ് ചെയ്താണ് പോകുന്നത്. നമ്മൾ പോകുമ്പോൾ ടൈം ചിലപ്പോൾ കൂട്ടുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പാട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണ്ട. അപ്പൊ ഒരു 15 പാട്ടനുസരിച്ച് നമ്മള് എല്ലാവർക്കും എല്ലാരും പാടും. അതായത് അങ്ങനെ 3-4 പാട്ട് പാടാൻ കണക്കാക്കി പോകും. അപ്പോഴത്തേക്ക് അനുസരിച്ച് റിക്വസ്റ്റ് എന്താണോ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ചെയ്ത് പാട്ടാണോ വരാറോ അത് പാടിക്കൊടുക്കാറുണ്ട്. ഓ അത് ശരി. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ പറഞ്ഞില്ലേ ഓരോരുത്തരും 3-4 പാട്ട് സെറ്റ് ആക്കി പോകുന്ന, അപ്പൊ എങ്ങനെ സിംഗിൾ ആയിട്ട് പാടുവോ? സിംഗിളായിട്ട് ഇപ്പം ഒരാള് തന്നെ ലീഡ് ചെയ്ത് പാടിയപ്പം ഞാൻ മാത്രം ബാക്കി ഞാൻ കോറസ് ആയിരിക്കും. ഓ അങ്ങനെ അങ്ങനെ. അപ്പം ഓരോ ആൾക്കാരും അങ്ങനെ ഒരു 4 പാട്ട് വീട് സെറ്റ് ചെയ്തിട്ട് പോകും അല്ലേ? അപ്പൊ നിങ്ങള് ഈ തിരുവനന്തപുരത്തിന് പുറത്തൊക്കെ ഷോയ്ക്ക് പോയിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ ബിഗിനിങ് ആണ്. അപ്പൊ ഇതുവരെ നമ്മള് കേരളീയത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ കേരളീയത്തിന് പോയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കാണികള്. യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചായിരുന്നു, നമുക്ക് വിജയ് ഹാളിലുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് കോളേജിലുള്ളവരും ടീച്ചേഴ്സും ഫാമിലിയൊക്കെ എന്തോ പറഞ്ഞു? ഭയങ്കര അഭിപ്രായമായിരുന്നു അല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് 2 പ്രോഗ്രാം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അപ്പോഴാണ് എല്ലാവർക്കും ഞങ്ങൾക്ക് ഇതിന് പറ്റുമെന്ന് അപ്പോഴാണ് ഞങ്ങൾ അറിയണം. അതുവരെ ഞങ്ങളെ ഒരാളെ സപ്പോർട്ട് ഒരു ചേച്ചിയുടെ പേരെന്താ ശൈലജ പി ആർട്ടിസ്റ്റിന്റെ കൂടെയാണ് ഞങ്ങൾ കോറസ് പാടാൻ ആദ്യം വിളിച്ചത്. ആദ്യം പോയത് അങ്ങനെ ആ കോളേജിൽ ഫസ്റ്റ് പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാം ചേച്ചി തന്നെ ഞങ്ങൾക്ക് കേരളീയ പരിപാടിയില് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പരിപാടി 2 പരിപാടി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ ആദ്യം ചേച്ചിയുടെ കൂടെ കോറസ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് പരിപാടി. അപ്പൊ ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജിൽ. പക്ഷെ എത്ര മണിക്ക് ഒരു 15-20 മിനിറ്റ് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ തകർത്തു. അടിപൊളിയായിരുന്നു. ഫുള്ള് കോളേജ് പിള്ളേരല്ലേ, അപ്പൊ ആ ഒരു വൈബ് ഫുള്ള്. അന്ന് കുറെ അധികം മണിച്ചേട്ടന്റെ പാട്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ അവിടെ നിന്നിട്ട് പോവാം, നമുക്ക് സമയമായി 11 മണിയായി. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് ഓഡിയൻസ് വിടുന്നില്ല, ഒന്ന് പാടിയിട്ട് പോവോ ഇത് പാടുവോന്നൊക്കെ ചോദിച്ചു. അത് ശരി. ടെൻഷൻ ഇല്ലായിരുന്നോ അപ്പൊ? ഉണ്ട്, ഫസ്റ്റ് ആയിട്ട് ഒരു പരിപാടി ചെയ്യണല്ലേ, അപ്പൊ നല്ല ടെൻഷനുണ്ട്. ആദ്യത്തെ പരിപാടി കഴിയുമ്പോ കോറസ് പാടുമ്പോ ഞങ്ങൾ എനർജി പോവോ, അത് നല്ലതായിട്ട് പെർഫോം ചെയ്യണമല്ലോ, വെളിയിൽ നമ്മൾ ഒരാളെ വിളിക്കുന്നതല്ലേ, അതങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് മാനേജ് ചെയ്തു ഞങ്ങൾ. പിന്നെ ഇവളാണ് ഞങ്ങളെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഇവളെ ഞങ്ങളെല്ലാരും തളർന്നാലും ഇവളെ കൊണ്ട് പഠിക്കും. ഇത് നോൺ സ്റ്റോപ്പ് ആണല്ലേ, ഇതിന് എനർജി ഒന്നും പോവില്ല. അങ്ങനെയൊന്നും പറയില്ല, ഞങ്ങള് സ്വത്താണ്, അങ്ങനെയൊന്നും പറയില്ലേ. നിങ്ങൾ നമ്മൾ പൊതുവെ ആദ്യമായിട്ടൊക്കെ ഒരു ടീമായിട്ട് പെർഫോം ചെയ്യാനൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പറ്റുമല്ലോ, അങ്ങനെ വേണമല്ലോ. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു വലിയ അബദ്ധമുണ്ടോ? എനിക്ക് വല്ല വെള്ളി വീണാലും ഉള്ളു അബദ്ധം, അല്ലാതെ തെറ്റിപ്പോയി അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ല. അങ്ങനെ ആരും ഇല്ല, അങ്ങനെ നിന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ മോക്കാണെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ട് വേണം പാടാന്, അപ്പം അത് ബുദ്ധിമുട്ടാണോ? ഇല്ല, സ്ക്രീനിങ് ഞാനെന്ന് പറയുമ്പം കൊച്ചിലെ തൊട്ടിങ്ങനെ ചുമ്മാ കണ്ട ബെഞ്ചിലും പാത്രത്തിലൊക്കെ അടിച്ചു ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ കൊട്ടുമായിരുന്നു. ഞാനും എന്റെ ചേട്ടനൊക്കെ ഇങ്ങനെ കൊട്ടി അങ്ങനെ ഒരു സ്ക്രീനിങ് എടുക്കുമ്പോഴും എല്ലാരെ കൊണ്ടും വെറുതെ സാറ് കൊട്ടിച്ചു നോക്കും. അത് കൊട്ടിച്ചു നോക്കിയിട്ടാണ് ആർക്ക് ഇൻസ്ട്രുമെന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ കൊട്ടാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കൊട്ടിച്ചു നോക്കും. അപ്പൊ ഒരുവിധം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പിള്ളേരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കും അങ്ങനെ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ രണ്ടും ഇത് പാടി കൊട്ടാൻ പാടും. അപ്പം സാർ എന്നും ഇൻസ്ട്രുമെന്റിന് മാത്രം സെപ്പറേറ്റ് പ്രാക്ടീസ് തരും, കൊട്ടി പാടണം. അത് ശരി, അങ്ങനെ. അപ്പൊ നമുക്ക് കൊട്ടി ഒരു പാട്ടുകൂടെ പാടിയാലോ? മണിച്ചേട്ടന്റെ ഒരു പാട്ട് തന്നെ ആവാം അല്ലേ? അപ്പൊ പ്രേക്ഷകർക്ക് ഭയങ്കര രസമായിരിക്കും. കലോത്സവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടുണ്ട്. കഴിഞ്ഞ വർഷം പാടിയത് തന്നെയാണ്, എന്റെ ലാസ്റ്റ് പാർട്ടാണ്. അത് കുറച്ച് കൊട്ടി പാടാൻ എല്ലാവർക്കും ഭയങ്കര ഇതാണ്, അത് ഞങ്ങൾ പാടിയത്. കുടിവാഴ കൊടിത്തല മേലെ കുന്നാ പിഴുതി കൊടുക, കുടിവാഴ കൊടിത്തല
എനിക്ക് തോന്നേ തുടക്കത്തിൽ ഈ പാട്ട് പാടിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം ഇപ്പൊ ഇതിന്റെ തുടക്കമാണ് പാടിയത്, ഇതിന്റെ ലാസ്റ്റ് പോർഷൻ. ഓ ശരി ശരി. അല്ല അപ്പൊ ഈ ലാസ്റ്റ് പോർഷൻ പാടിയാൽ മതിയായിരുന്നു. ഇപ്പോഴാണ് എല്ലാരും ഒന്ന് ഉണർന്നൊന്ന് ആക്റ്റീവ് ആയത്. ചെറുതായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറിക്കഴിഞ്ഞ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും ഡിഗ്രി കോഴ്സ് ചെയ്യുന്നവരല്ലേ? അപ്പം ഇപ്പൊ സെക്കൻഡ് ഇയർ ആയെന്ന് തോന്നുന്നു. എല്ലാരും സെക്കൻഡ് ഇയർ ആണോ? പി ജിക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോ എല്ലാരും പല വഴിക്കാവില്ലേ? അപ്പൊ ഈ ടീം എന്ത് ചെയ്യും? നിങ്ങള് ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് പോയാലും നമ്മൾ ഒരുമിച്ച് ഉത്സവത്തിന് കാണില്ലെന്നേ ഉള്ളൂ ഒരുമിച്ച്. അല്ലാതെ നിങ്ങൾ ഈ ടീം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അല്ലെ? അപ്പം പ്രൊഫഷണലി എല്ലാരും നാടൻ പാട്ടിന്റെ മേഖലയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചോ? അങ്ങനെ കൂടെ നമ്മൾ നാടൻ പാട്ടും കൂടി കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ഓ ശരി ശരി. മോള് മ്യൂസിക് ആണോ? മ്യൂസിക് ആണ്. അപ്പം ഇപ്പം ഡിഗ്രി ആണോ ചെയ്യുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ. അപ്പം പി ജിയും ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലേ? അപ്പം ഡിഗ്രി എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാ? നിങ്ങൾ ഈ ടീം ഫോം ചെയ്ത് ഇങ്ങനെ പുറത്തൊക്കെ പെർഫോം ചെയ്യാൻ പോകുന്നു. ഇപ്പം കലോത്സവത്തിന് പോകുന്ന പോലല്ലോ പുറത്തൊക്കെ പോകുമ്പോ എങ്ങനെയാ വീട്ടിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടാ? വീട്ടിൽ നിന്ന് ഇപ്പൊ മ്യൂസിക് എടുത്ത് തന്നെ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ പോകുന്നതിൽ അവർക്ക് സന്തോഷമുള്ള അല്ലേ? എല്ലാ സപ്പോർട്ടും ചെയ്യും. അപ്പൊ ഈ നാടൻ പാട്ട് വേണ്ട, നിങ്ങൾക്ക് ഈ മറ്റ് മ്യൂസിക് ഒക്കെ നോക്കിക്കൂടെ എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അങ്ങനെയൊന്നും ആരും. നാടൻ എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു സമയത്ത് ഈ നാടൻ പാട്ടിന് കുറച്ച് അതിന്റെ ഒരു മൂല്യം പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? പക്ഷെ വീണ്ടും അത് റിവൈവ് ചെയ്ത് വരുന്നുണ്ട്. വീണ്ടും കുറെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ബാൻഡുകൾ കുറെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പാടുമ്പോ നിങ്ങൾക്ക് ഏത് സ്റ്റൈൽ ഓഫ് നാടൻ പാട്ടാണ് കൂടുതൽ ഇഷ്ടം? ഈ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് കറക്റ്റ് അങ്ങനെ തന്നെയാണോ പറയേണ്ടത്? നാടൻ പാട്ടിന്റെ ശൈലിയിലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ ഒന്ന് എനർജറ്റിക് ആക്കാൻ രീതിയിലുള്ള പാട്ടുകൾ, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന, അവർക്ക് ഏറ്റുപാടാൻ കഴിയുന്ന പാട്ടുകൾ. അപ്പൊ അവര് കുറച്ച് ഇതിപ്പോ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പോയാലും നമുക്ക് അറിയുന്ന പാട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അപ്പൊ അവർക്ക് കൂടുതൽ കോമൺ ആയിട്ട് അറിയുന്നുള്ള പാട്ടുകൾ നമ്മൾ കൂടുതൽ എടുക്കാനാണ് ശ്രമിക്കാറ്. അപ്പൊ നിങ്ങൾ ഈ പുറത്ത് പെർഫോം ചെയ്യാൻ പോയപ്പം ഇതേപോലെ ഓഡിയൻസ് ഏറ്റെടുത്തൊരു പാട്ട് ഏതായിരിക്കും? ചെമ്പകപ്പൂകൾ ലീഡ് പാടുന്ന ചെമ്പക. അത് നമ്മൾ നേരത്തെ പാടിയ പാട്ട് അല്ലാതെ വേറൊരു പാട്ട് പാടും? നമുക്കത് പാടിയാലോ? ആടാടും ദേവികളെ ആടാടും ദേവിയോടുക്ക് എന്തൊരഴകാണ്. ആടാടും ദേവികളെ ആടാടും ദേവിയോടുക്ക് എന്തൊരഴകാണ്. മറികൊരു മാതാലി കെട്ടിച്ചു ചാടും മഴേ എന്തൊരു മെയ്യഴകാണി ആടാടും ദേവിയോടുക്ക്. ആടാടും ദേവികളെ
അവൾക്ക് എന്തൊരഴകാണ്. അസലായി ഗംഭീരമായി. ഇന്നലെ ഈ ടീം ചിലമ്പാട്ടത്തിന്റെ കൂടെ വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ 1 മണിക്കൂർ കഴിയുന്നുണ്ട്. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇവിടുത്തെ അതായത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിനൊപ്പമാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എങ്ങനെ സമയം പോകുന്ന അറിയാതിരിക്കും അല്ലേ? അപ്പൊ പിന്നെ ഇപ്പൊ കൊട്ടിയതൊക്കെ പ്രാക്ടീസ്ഡ് അല്ല, ജസ്റ്റ് പാടിയപ്പം കൊട്ടിയതാണ്, ക്ഷമിക്കണം. അത് ഒരു എന്താ പറയുന്ന ഫോൾട്ട് നമുക്ക് അറിയുന്നതേ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഫോൾട്ട് നിങ്ങൾ അസലായിട്ട് ചെയ്തു, അതിലൊരു സംശയവും വേണ്ട. ഇങ്ങനെ സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾ പ്രൊഫഷണൽ സിംഗേഴ്സ് ആയി മാറിക്കഴിഞ്ഞു. സാധാരണ നമ്മള് ബാൻഡായിട്ട് പോകുമ്പോ ഞാനല്ല കൊട്ടാറ്. ഇത് കലോത്സവത്തിനുള്ള ഇൻസ്ട്രുമെന്റ് അങ്ങനെ എടുത്താണ്. പുറത്തുനിന്ന് 3 ചേട്ടന്മാര് വരും. അതുപോലെ തന്നെ അരുൺ ചേട്ടൻ, അങ്ങനെ 3 പേരുണ്ട്. അവര് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങള് കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടടങ്ങാം. അജി ചേട്ടൻ വരാനുണ്ട്. പിന്നെ അവര് സാധാരണ നമ്മളിപ്പോ തുടക്കക്കാരല്ലേ, അപ്പൊ ഞങ്ങൾ ആ രീതിക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ. ഞങ്ങൾ ഫസ്റ്റ് ഒക്കെ പാടുമ്പോ ഞങ്ങൾ മൈക്ക് ചെക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ മൈക്ക് എടുത്ത് വെച്ചിട്ട് ഹലോ 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 എല്ലാവരും. അവർക്ക് അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ ചേട്ടന്മാരാണ് പറഞ്ഞത്. അങ്ങനെയല്ല, എല്ലാവരും മൈക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്ത് മാറിയതിനു ശേഷമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ സ്റ്റേജ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നവരാണ്. ഈ ലൈവ് ആയിട്ട് അപ്പം ഈ കമന്റ് വരുമ്പോഴേ അതായത് ഇപ്പം ചിലപ്പം ചിലര് കൂവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അത് ശരിയായില്ല, അങ്ങനത്തെങ്കിലുമൊക്കെ ലൈവായിട്ട് ഓഡിയൻസ് അങ്ങനെ പല കമന്റുകളും നടത്താറുണ്ട്. നിങ്ങൾക്ക് അടുത്ത ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? ഇന്നത്തെ കാലത്ത് കൂവുന്നതൊന്നും അൺസപ്പോർട്ടായിട്ട് തോന്നാറില്ല. അത് നമ്മളെ എനർജി ആക്കി മാറ്റും, അത്രേ ഉള്ളൂ. അപ്പം എല്ലാ വൈബ്സിനെയും പോസിറ്റീവ് വൈബ്സ് ആക്കി മാറ്റുന്ന നമ്മുടെ ചിലമ്പാട്ടത്തിലെ പുലിക്കുട്ടികളായിരുന്നു ോടൊപ്പം 1 മണിക്കൂർ ചേർന്നത്. അപ്പം നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ അങ്ങ് വൈൻഡപ്പ് ചെയ്തങ്ങ് പോയാലോ? അപ്പൊ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പാട്ട് കേട്ടോണ്ട് നമ്മുടെ മോർണിംഗ് വൈബ്സ് അങ്ങ് പൂർത്തിയാക്കാമെന്ന് തോന്നുന്നു. അപ്പൊ പാടിക്കാം. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കറുമ്പി. അന്ന് കൂടെ കവടിനാൽ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കറുമ്പി. അന്ന് കൂടെ കവടിനാൽ ഇളങ്ങൾ കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുള്ളിക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിലും മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ